അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമുസന്നിഫി ഹാദൽ കിതാബി വൽജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇജാറത്തിൻ്റെ പാടാണല്ലോ. ആളുകളെ കൂലിക്ക് വിളിക്കും, വാഹനം വാടകയ്ക്കെടുക്കും, നമ്മൾ മറ്റുള്ളവരെ കൂലിപ്പണിക്ക് പോകും, പടവിന് തേപ്പിന് വാഹനം ഓടിക്കാൻ. അങ്ങനെ ഒരാൾ കൂലിക്ക് പോകുമ്പോൾ അയാളുടെ പേരാണ് അജീർ എന്ന് പറയുന്നത്. കൂലിക്ക് വിളിച്ച ആളും കൂലിക്ക് വന്നയാളും തമ്മിൽ തർക്കമായി. പറഞ്ഞ പണി എടുത്തിട്ടുണ്ട് എന്നയാൾ, എടുത്തിട്ടില്ല എന്ന് ഞാനും, വിളിച്ചയാളും. അവിടെ കൂലിക്ക് വിളിച്ചയാൾ കൂലിപ്പണിക്കാരനെയാണ്, അല്ലെങ്കിൽ ഈ ശമ്പളക്കാരൻ എന്നൊക്കെ പറയില്ലേ, അതാണല്ലോ ഇപ്പോൾ ഈ അജീർ. ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അജീറാണ്. അയാളുടെ വാദമാണ് അംഗീകരിക്കുക എന്നാണ്. വയുസദ്ദഖുൽ അജീറു, അജീറിൻ്റെ വാദം കോടതിയിൽ സ്വീകരിക്കപ്പെടും. ഫി അന്നഹു ലം യുഖസ്സിർ, അവൻ്റെ ഭാഗത്ത് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന. ഖസ്സറ, വീഴ്ച വരുത്തി. അല്ലെങ്കിൽ പിന്നെ രണ്ട് സാക്ഷികളെ ഹാജരാക്കാൻ കഴിയണം. മാലം യഷ്ഹദ് ഖബീറാനി, കൃത്യമായ വിവരമുള്ള രണ്ടാളുകൾ സാക്ഷി നിൽക്കാതിരിക്കുമ്പോൾ. ഖിലാഫിഹി, അതിനെതിരായി. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ഇന്നത്തെ ദിവസത്തേക്ക് വാടക കൊടുത്തു ഒരു വാഹനം. ഇന്ന് ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് കാറ് വാടക കൊടുത്തു. നാളെ തിരിച്ചു തരണം. അത് മറ്റന്നാൾ തിരിച്ചു തന്നാൽ ഉത്തരവാദിയാണ്. നശിച്ചാലും മറ്റ് നിലക്കൊക്കെ ഉത്തരവാദിയാണ്. കാരണം അനുവദിക്കപ്പെട്ടതിൻ്റെ അപ്പുറത്ത് അനർഹമായി അയാൾ അതിനുപയോഗിച്ചു. വലവിക്തറാ ദാബത്തൻ, ഒരു മൃഗത്തെ ഒരാൾ വാടകക്കെടുത്തു. ലിയർക്കബഹൽ യൗമ, ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി. വയുർജിഅഹ ഗദൻ, നാളെ തിരിച്ചു തരാൻ വേണ്ടിയും. ഫഅഖാമ ബിഹ, അങ്ങനെ ആ വാഹനത്തെ വെച്ച് താമസിപ്പിച്ചു. വറജഅ ഫി സാലിസി, മൂന്നാം ദിവസം മടങ്ങി വന്നാൽ, മടക്കി തന്നാൽ, ലമിനഹ ഫീഹി ഫഖത്ത്, ആ മൂന്നാമത്തെ ദിവസത്തേക്ക് അയാൾ ഉത്തരവാദിയാകും. നാളെ തിരിച്ചു തരാമെന്നുള്ളത് മറ്റന്നാൾ തിരിച്ചു തന്നാൽ ആ മറ്റന്നാളത്തെ ദിവസത്തേക്ക് മാത്രം അയാൾ ഉത്തരവാദിയാകും. യന്നഹു ഇസ്തഅമലഹ ഫീഹി തഅദ്ദിയൻ, കാരണം മൂന്നാം ദിവസം അയാൾ അതിനെ അനർഹമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തഅദ്ദി എന്ന് പറഞ്ഞാൽ നിയമം ലംഘിച്ചുകൊണ്ട്. ഒരടിമനെ വാടകയ്ക്കെടുത്തു ഒരു നിശ്ചിത ജോലിക്ക് വേണ്ടി. എവിടെ ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയേണ്ടതാണ്, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ അയാൾ ഏതോ നാട്ടിലേക്ക് കൊണ്ടുപോയി. ആ അടിമ ഒളിച്ചോടി. അയാൾ ഉത്തരവാദിയാകും. വലവിക്തറ അബുദൻ, ഒരടിമയെ ഒരാൾ വാടകയ്ക്കെടുത്തു, കൂലിക്കെടുത്തു. അടിമ ഒരു ഏത് വാഹനമായാലും മതി, ഉദാഹരണമാണ്. ലി അമലിൻ മാലൂമിൻ, ഒരു നിശ്ചിത അറിയപ്പെട്ട ജോലിക്ക് വേണ്ടി. വലം യുബയ്യിൻ മൗദിഅഹു, അതിൻ്റെ സ്ഥലം അയാൾ വിശദീകരിച്ചില്ല, വ്യക്തമാക്കിയതും ഇല്ല. ബയ്യന, വ്യക്തമാക്കി. ഫദഹബ ബിഹി, അങ്ങനെ അടിമയും കൊണ്ട് അയാൾ പോയി. മിൻ ബലദിൽ ആഖ്ദി, ഇടപാട് നടന്ന നാട്ടിൽ നിന്ന് ഇല ആഖ്റ, വേറൊരു നാട്ടിലേക്ക് പോയാൽ. അങ്ങനെ ഫഅബഖ, അടിമ ഒളിച്ചോടുകയും ചെയ്താൽ. ലമിനഹു, അയാൾ അടിമക്ക് ഉത്തരവാദിയാകും. മഅൽ ഉജ്റത്തി, വാടകയോടൊപ്പം. വാടക കൊടുക്കണം. ആ അടിമനെ കൂലിക്ക് വിട്ടു തന്നതിനുള്ള വാടക എനിക്ക് തരണം.
അതുപോലെ അടിമ നശിക്കുക മറ്റൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അടിമയെ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഉത്തരവാദിയാവും. നമ്മൾ സാധാരണ കൂലിക്ക് ഒരു വസ്ത്രം തുന്നാൻ വേണ്ടി കൊടുത്തു. നമ്മളാ വസ്ത്രം തുന്നിക്കഴിയുമ്പോഴാണല്ലോ വാടക കൊടുക്കുക. അതിൻ്റെ ആ വാടക തരുന്നത് വരെ ആ വസ്ത്രം തരാതെ പിടിച്ചു വെക്കാൻ അയാൾക്ക് പറ്റും. വാടക ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ വസ്ത്രവും പിന്നെ കൊണ്ടുപോകാമെന്ന് പറയാം. യജൂസുനി നഹ്വിൽ ഖസ്വാർ, അലക്കുകാരൻ ഖസ്സാർ, അയാളെപ്പോലെയുള്ളവർക്ക് അനുവദനീയമാണ് ഹബ്സു സൗബി, വസ്ത്രം തടഞ്ഞു വെക്കൽ, ഉടമസ്ഥന് കൊടുക്കാതിരിക്കുക. കറഹിനിഹി, പണയം പോലെ തന്നെ. ബി ഉജ്റത്തിഹി, അതിൻ്റെ വാടകയ്ക്ക് പകരം ഹബ്സ് ചെയ്യാവുന്നതാണ്. ഹത്താ യസ്തൗഫിയഹ, വാടക അയാളിൽ നിന്ന് വാങ്ങുന്നത് വരെ ആ വസ്ത്രം അതിൻ്റെ ഉടമസ്ഥന് നൽകാതിരിക്കൽ അനുവദനീയമാണ്. ഖസ്വാർ പോലെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് മസലകൾ ഇതിനകത്ത് വരും. പിന്നെ ഒരു പണി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കൂലിയും കൂടെ പറയൽ നിർബന്ധമാണ്. കൂലി പറയാതെ ഒരു പണി ഏൽപ്പിച്ചു നിങ്ങൾ ചെയ്താൽ എനിക്ക് നിങ്ങൾക്ക് കൂലി തരൽ നിർബന്ധമില്ല. വല ഉജറത്തൽ യാമലിൻ, ഒരു പണിക്കും കൂലി ലഭിക്കുന്നതല്ല, അർഹതയുണ്ടായിരിക്കുന്നതല്ല. പണിക്ക് ഉദാഹരണം ഹൽക്ക റേസ്, തലമുടി കളയുക, വസ്ത്രം തുന്നുക, ഖിയാത്തത്ത്, ഖിസാറത്ത്, വസ്ത്രം അലക്കുക, ഒസബഹി, വസ്ത്രം നിറം മുക്കുക, നിറം കൊടുക്കുക, കളർ കൊടുക്കുക. ഈ ജോലിക്കാണ് ഖിയാത്തത്ത്, ഖിസാറത്ത് അങ്ങനെയൊക്കെ പറയാം. ഫിയാലത്ത് വസന്, തുന്നുന്ന പണിക്ക് ഖിയാത്തത്ത്. ഖാത്ത എന്ന് പറഞ്ഞാൽ തുന്നി എന്നാണ്, ഖസറ എന്ന് പറഞ്ഞാൽ അലക്കി എന്നാണ്. അപ്പോൾ ഖിസാറത്ത്. ആരുടെ സ്വബഹി, സ്വബഹ്, അതിനെ നിറം നൽകുക. ബി സ്വബഹി മാലിക്കിഹി, ഉടമസ്ഥൻ്റെ നിറം കൊണ്ട്, ഉടമസ്ഥൻ്റെതായ നിറം കൊണ്ട് തന്നെ വസ്ത്രത്തിന് ചായം നൽകുക. എൻ്റെ വസ്ത്രം ചായം മുക്കാനുള്ള, ചായം കൊടുക്കാനുള്ള ചായം തരുന്ന ആരെന്നെയാണ്? വസ്ത്രത്തിന് ഉടമസ്ഥൻ തന്നെയാണ്. അങ്ങനെയുള്ളതിനൊന്നും കൂലി അർഹതയുണ്ടായിരിക്കുകയില്ല. ബിലാ ഷർത്തിൽ ഉജറത്തി, കൂലി നിബന്ധന പറയാതെ, കൂലി നിശ്ചയിക്കാതെ. അപ്പോൾ ഒന്നും പറയാതെ കൊടുത്തു, അയാൾ വാങ്ങി വെച്ചു ചെയ്താൽ കൂലിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂലി കിട്ടൂല. അയാൾ സൗജന്യമായി ചെയ്തു എന്നാണ് അർത്ഥം. ഫലോ ദഫായ സൗബഹു, അപ്പോൾ ഒരാൾ തൻ്റെ വസ്ത്രം നൽകി ഇലാ ഖയ്യാത്തിൻ, ഒരു ടൈലർക്ക്, ലി യഹീതഹു, ഖാത്ത യഹീതു, അത് തയ്യാൻ വേണ്ടി, ഔ ഖസ്സാരിൻ ലി യഖ്സിറഹു, അല്ലെങ്കിൽ അലക്കുകാരന് അലക്കാൻ വേണ്ടി, ഖസറ യഖ്സിറു, ഔ സബ്ബാഗിൻ ലി യസ്ബിറഹു, അല്ലെങ്കിൽ ചായം നൽകുന്നവന് ചായം നൽകാൻ വേണ്ടി. ഇപ്പം വസ്ത്രം ചായം നൽകലൊന്നുമില്ല, മുമ്പ് അങ്ങനെയല്ല. ചായയൊക്കെ കൊടുത്തിട്ട് റാണിപാലോ മറ്റുമൊക്കെ മുക്കിയിട്ട് വൃത്തിയാക്കി തരിക ചെയ്യാം. ഫഅല, അയാൾ ആ പണികളൊക്കെ ചെയ്താൽ, വലം യദ്കുർ അഹദുഹുമാ ഉജറത്ത, രണ്ടിലാരും കൂലി പറഞ്ഞില്ല. വലാമാ യഫ്ഹമുഹ, കൂലിയെ അറിയിക്കുന്ന ഒരു വാക്കും പറഞ്ഞില്ല. കൂലിക്കാണ് ഈ പണിയെടുപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന തിരിയുന്ന ഒരു വാക്കും പറഞ്ഞില്ലെങ്കിൽ ഫലാ ഉജറത്തുലഹു, അവന് കൂലി ഉണ്ടാവില്ല. അന്നഹു മുത്തബർറിഉൻ, അവൻ വെറുതെ ചെയ്തവനാണ്. അപ്പം നിങ്ങളൊരു പണിക്ക് ഏൽപ്പിക്കുമ്പോൾ എത്ര കൂലി നിങ്ങൾ ചോദിച്ച് ഉറപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാതെ ഇപ്പോൾ സാധാരണ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? നിങ്ങൾ കാറ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ കാറ് തരാം, കൊണ്ടുപോയിക്കൊന്നാണ്. നിങ്ങളൊരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് വാടക പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വാഹനം കണ്ട് വാങ്ങി വെക്കുക എന്നല്ലാതെ അത് വായ്പയായി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കൂലി പറയണം, വാടക പറയണം. അല്ലെങ്കിൽ വാടകയുടെ മേൽ അറിയിക്കുന്ന ഫഹിമ യഫം,
അതിന് ബഹ്ർ എന്ന് പറയുന്ന കിതാബിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വലിയന്നഹു ലോ ഖാല അസ്കിന്നി ദാറക ഷഹ്റൻ, നീ നിൻ്റെ വീട്ടിൽ എന്നെ ഒരു മാസത്തേക്ക് താമസിപ്പിക്കൂ എന്ന് പറഞ്ഞു. അസ്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചു, സക്കന താമസിച്ചു, അസ്കന താമസിപ്പിച്ചു. അസ്കിന്നി അസ്കനഹു താമസിപ്പിച്ചാൽ ലാ യസ്തഹിഖു അലൈഹി ഉജറത്ത നിജ്മാൻ, അതിന് അവനൊരിക്കലും കൂലിക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ പതിവുണ്ട് എന്ന് പറഞ്ഞാൽ പോലും വൈനുരിഫ ബിദാലിക്കൽ ദാലിക്ക അല്ല അമലു ബിഹ, കൂലിക്ക് അമല് അറിയപ്പെട്ടാൽ പോലും നിർബന്ധമല്ല, അർഹത ഉണ്ടാവില്ല. വൈനുരിഫ ബിദാലിക്ക, അതുകൊണ്ട് അറിയപ്പെട്ടാൽ പോലും അല്ല അമലു ബിഹ, കൂലിക്കാണ് സാധാരണ പണിയെടുക്കൽ എന്നറിയപ്പെട്ടാൽ പോലും, അങ്ങനെ വീട്ടിൽ താമസിപ്പിച്ചാലൊക്കെ അതിന് കൂലി കൊടുക്കൽ സാധാരണയാണ് എന്നറിയപ്പെട്ടാൽ പോലും നിർബന്ധം ഉണ്ടാവില്ല. ലജസ്മിൽ തിസാമിഹ, കാരണം കൂലി അവൻ ഏറ്റെടുത്തിട്ടില്ല. കൂലിക്ക് എന്നവൻ പറഞ്ഞിട്ടില്ലല്ലോ, വീട് താമസിപ്പിക്കുമോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ. മറ്റൊന്ന്, ഒരു ബസ്സിൽ യാത്ര ചെയ്തു. അപ്പോൾ അവിടെ കൂലി പറയാറുണ്ടോ? ബസ് കയ്യാട്ടി നിർത്തി, വാടകയാണ്. അപ്പോൾ അവിടെ കൂലി പറയാറുണ്ടോ? അവിടെ കൂലി പറഞ്ഞിട്ടില്ലെങ്കിലും കൊടുക്കേണ്ടി വരും. കാരണം അല്ല, സമ്മതമല്ലാതെ ഒരു ബസ്സിൽ യാത്ര ചെയ്തു, ബസ് നിർത്തിയിട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കയറി, സമ്മതമായിട്ടൊന്നുമില്ല, അവിടെ കൂലി കൊടുക്കേണ്ടി വരും. കാരണം സമ്മതമല്ലാതെ വാങ്ങിയല്ലോ. സമ്മതത്തോടു കൂടെയാണ് നിങ്ങളെ കാറിൽ ഒരാൾ കയറ്റിയത് എങ്കിൽ അയാളിങ്ങനെ പോകുമായിരുന്നു, കയറിക്കോളെന്ന് പറഞ്ഞു, നിങ്ങൾ കയറി, അതിപ്പോൾ എങ്ങനെ അതിന് ലാസ്റ്റ് കൂലി കൊടുക്കുക? പൈസ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എത്ര ഉറുപ്പ്യാണ്. അപ്പോൾ അയാൾ പറയണം, എനിക്ക് ഇത്ര പൈസ തന്നാൽ പൈസ തരണം എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കൂലി ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വല്ല മായഫമ് വേണം. വലാ ഇസ്തിസ്നാ വുജൂബ, കൂലി നിർബന്ധമാണ് എന്നതിൽ നിന്ന് ഒഴിവല്ല കേട്ടോ. ഇതുവരെ പറഞ്ഞ് കൂലി കൊടുക്കുക നിർബന്ധമല്ല എന്നാ, ഇനി അതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല. അലാ ദാഖിലി ഹമ്മാമിൻ ഔ റാക്കിബി സഫീനത്തിൻ വിലായതിന്, സമ്മതമല്ലാതെ ഒരു കപ്പലിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ ഒരു ബാത്റൂമിൽ പ്രവേശിച്ചു. ബാത്റൂം ഉണ്ടാവുമല്ലോ, ബസ് സ്റ്റാൻഡിലും പലയിടത്തും ഉണ്ടാവുമല്ലോ ഫ്രഷാകാനുള്ള ഹമ്മാം. അവിടെ സമ്മതമല്ലാതെ പ്രവേശിച്ചു കൊടുത്ത് കൂലി നിർബന്ധമാണ് എന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അഥവാ കൂലി നിർബന്ധമാണ്. ഇസ്തിഫാഹിൽ മൻഫഅത, കാരണം അതിൻ്റെ ഉപകാരം അവൻ എടുത്തു. ഇസ്തൗഫ എന്നാണ് എടുത്തു. മിൻ ഖൈരി യസ്രിഫഹ സ്വാഹിബുഹ ഇലൈഹി, അതിൻ്റെ ഉടമസ്ഥൻ അവൻ അതിലേക്ക് തിരിക്കാതെ, ഉടമസ്ഥൻ സമ്മതി പറഞ്ഞു കയറ്റിയതല്ലല്ലോ. മിൻ ഖൈരി യസ്രിഫഹ, ആ ഉപകാരത്തെ നൽകാതെ, സ്വാഹിബുഹ അതിൻ്റെ ഉടമസ്ഥൻ, ഇലൈഹി ഇവന് നൽകാതെ. കയറിക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൻഫഅത്ത് ഇവന് നൽകുകയാണ്. അപ്പോൾ ആ ഉപകാരം അതിൻ്റെ ഉടമസ്ഥൻ, ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ ബാത്റൂമിൻ്റെ ഉടമസ്ഥൻ അവന് നൽകാതെയാണ് അവൻ ഉപകാരം എടുത്തിട്ടുള്ളത് എന്നതിനാൽ കൂലി നിർബന്ധവും. ബിഖിലാഫിഹി ബിദിനി, സമ്മതത്തോടുകൂടെയാണെങ്കിൽ കൂലി നിർബന്ധവും ഇല്ല. ഏതായാലും കൂലി പറഞ്ഞാൽ ഇടപാട് സ്വഹിയാണ്. കൂലി പറഞ്ഞാൽ പിന്നെ കൂലി തരണം, കൂലി കിട്ടും. പക്ഷേ ഇടപാട് സ്വഹിയാണെങ്കിൽ, സ്വഹീഹ് അല്ലാത്ത ഇടപാടാണ് നടന്നതെങ്കിൽ പറഞ്ഞ കൂലിയല്ല കിട്ടുക, സാധാരണ എത്രയാണോ കൂലി കിട്ടുക ആ കൂലിയാണ് കിട്ടുക. അമ്മായിദാ ദക്കറ ഉജറത്തൻ, അപ്പോൾ കൂലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയസ്തഹിഖുഹാ ഖത്അൻ, ആ കൂലിക്ക് അവൻ അർഹതയുണ്ടാകും. ഖത്അൻ, ഉറപ്പായിട്ടും. ഇൻ സഹൽ അഖ്ദു, ഇടപാട് ശരിയാണെങ്കിൽ. ഇല്ല, ഇടപാട് സഹി അല്ലെങ്കിൽ ഫ ഉജറത്തുൽ മിസ്ലി, സാധാരണ എത്രയാണോ കൂലി അതാണ് കിട്ടുക, സാധാരണ കിട്ടുന്ന കൂലിയാണ്. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇനി നേരത്തെ പറഞ്ഞു കൂലി പറയണം എന്ന്, അല്ലെങ്കിൽ കൂലിയുടെ മേൽ അറിയിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു പദം പറയണം. കൂലി പറഞ്ഞാൽ കൂലി കിട്ടും. കൂലി വ്യക്തമാക്കി പറഞ്ഞില്ല, സൂചിപ്പിച്ചേക്കുകയാണെങ്കിലോ അറള, നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തും, എൻ്റെ വാഹനം കാർ എനിക്കൊന്ന് തരുമോ,
അപ്പം എനിക്ക് ഞാൻ എന്നെ തൃപ്തിപ്പെടുത്തുന്നോ, അല്ലെങ്കിൽ എന്നെ നിരാശനാക്കൂല എന്നോ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സംഗതി തന്നെ ഉണ്ടാകുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ കൂലിയല്ല നിർബന്ധമാവുക, ഉജറത്ത് മിസ്ലാണ്. അമ്മ ഇതാ അറളബിയ, കൂലിയുടെ കാര്യം സൂചിപ്പിച്ചാൽ ക ഉർദീക്ക, ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും, ഔല ഉഹയ്യിബുക്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ നിരാശനാക്കൂല, ഔ തറാമ യസുറൂക്ക, അല്ലെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഫേജിബ് ഉജറത്തുൽ മിസ്ലി, അവിടെ ഉജറത്തുൽ മിസ്ലാണ് നിർബന്ധമാവുക. ഇനി എപ്പോഴാണ് കൂലി കൊടുക്കാൻ ബാധ്യസ്ഥനായി തീരുക എന്നാണ്. പണി തുടങ്ങുമ്പോൾ തന്നെ കൊടുക്കണോ, അല്ല വൈകുന്നേരം പണി കഴിയുമ്പോഴാണോ കൊടുക്കേണ്ടത്? ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷയ്ക്ക് ആദ്യം തന്നെ കൂലി കൊടുക്കണോ? റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലേ? അതല്ല ഓടിക്കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ? ആ വിഷയം നമ്മൾ മത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഷറഹിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ ആലിമീങ്ങളിൽ നമ്മൾ പെടുത്തട്ടെ. ഇൽമ് ഒരു വലിയ മഹത്തുള്ള കാര്യമാണ്. ജീവിതത്തിൽ, കുറഞ്ഞ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് അത്. ഏത് ഇൽമാണെങ്കിലും, കച്ചവടമാണെങ്കിലും, നിക്കാഹൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഏത് ഇൽമാണെങ്കിലും വലിയ കൂലിയാണ്. അള്ളാഹു തആല അതൊക്കെ പഠിക്കാനും അമൽ ചെയ്യാനും വേണ്ട സമയത്ത് ഉപകരിക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലവിക്തറ ദാബത്തൽ യർക്കബഹൽ യൗമ വിർജിഅഹ ഖദൻ, ഇന്ന് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒരാൾ വാഹനം വാടകയ്ക്ക് എടുക്കുകയും നാളെ തിരിച്ചു തരാമെന്നും പറഞ്ഞ് ഒരാൾ വാടകയ്ക്ക് എടുത്താൽ, അങ്ങനെ ഫഖാമ ബിഹ വറജഅ ഫി സാലിസി ളമിനഹ ഫീഹി ഫഖത്ത് യഅന്നഹു ഇസ്തഅമലഹ ഫീഹി തഅദ്ദിയൻ, അങ്ങനെ നാളെ തിരിച്ചു തരാതെ ഒരു ദിവസവും കൂടെ അയാൾ അതിനെ വെച്ച് താമസിപ്പിക്കുകയും മൂന്നാമത്തെ ദിവസം തിരിച്ചു തരികയും ചെയ്താൽ മൂന്നാമത്തെ ദിവസത്തേക്ക് അയാൾ ഉത്തരവാദിയാകും. കാരണം അന്ന് അയാൾ അതിനെ അനർഹമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വലവിക്തറ അബ്ദൽ അമലി മഅലൂമിൻ വലം യുബയ്യിൻ മൗദിഅഹു, ഒരടിമനെ വാടകയ്ക്കെടുത്തു എന്തോ ഒരു പ്രത്യേകമായ പണിക്ക് വേണ്ടി, അറിയപ്പെട്ട പണിക്ക് വേണ്ടി. എവിടെയാണ് പണി എന്ന് വിവരിച്ചില്ല. അങ്ങനെ ഫദഹബ ബിഹി മിൻ ബലദിൽ അഖ്ദിൽ ആഖറ, ഇടപാട് നടന്ന നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അടിമയെ കൊണ്ടുപോയി. ഫഅബഖ ളമിനഹു മഅൽ ഉജറത്തി, ആ അടിമ ഓടിപ്പോയാൽ അടിമക്ക് അവൻ ഉത്തരവാദിയാകും, വാടക നൽകുകയും വേണം. ഫറോൻ യജൂസ് നാവിൽ ഖസാരി ഹബസു സ്തൗബി കറഹ്നിഹി ബി ഉജറത്തിഹി ഹത്താ യസ്തൗഫിഹ, വസ്ത്രം അലക്കാൻ വേണ്ടി വാങ്ങിയ ആൾ അലക്കാനുള്ള കൂലി കിട്ടുന്നത് വരെ ആ വസ്ത്രം ചെയ്യാവുന്നതാണ്, ഉടമസ്ഥനെ തിരിച്ചു നൽകാതെ പിടിച്ചു വെക്കാവുന്നതാണ്. ഹത്താ യസ്തൗഫിഹ, കൂലി വാങ്ങുന്നത് വരെ. പിന്നെ ഷർത്ത് വച്ചാലേ കൂലിയുള്ളൂ, ഷർത്ത് വെക്കാത്ത പണിക്ക് കൂലി ഉണ്ടാവും. നിബന്ധന പറയാത്ത പണിക്ക് കൂലി കിട്ടുന്നതല്ല. വലാ ഉജ്റത്തിൽ അമലിൻ കഹൽഖി റഅസിൻ വഖിയാതത്തി സൗബിൻ വഖിസാറത്തിഹി വസബഗിഹി ബിസബഗി മാലിക്കിഹി ബിലാ ഷർത്തിൽ ഉജ്റത്തി, കൂലി കിട്ടൂല ഉജ്റത്ത് ഷർത്ത് വെക്കാതെ. അപ്പോൾ ഫലോ ദഫഅ സൗബഹു ഇലാ ഖയ്യാത്തിൽ യഖീതഹു, വസ്ത്രം തുന്നാൻ ടൈലർക്ക് വസ്ത്രം കൊടുത്തു. ഔ ഖസാറിൽ യഖ്സിറഹു ഔ സബ്ബാഗിൽ യസ്ബഹു, അല്ലെങ്കിൽ ഒരു വസ്ത്രം അലക്കുന്നയാൾക്ക് വസ്ത്രം അലക്കാനോ, അല്ലെങ്കിൽ വസ്ത്രം ചായം നൽകുന്നയാൾക്ക് കളറ് നൽകുന്നയാൾക്ക് കളറ് നൽകാനോ ഒക്കെ വാടക ഏൽപ്പിക്കുകയും ഫഅല ചെയ്യുകയും ചെയ്താൽ വലം യദ്കുർ അഹദുഹുമാ ഉജ്റത്തൻ വലാമാ യഫഹുഹ, കൂലിയെക്കുറിച്ചോ കൂലിയെ വേണ്ടി വരുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വാക്കും പറയുകയും ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടൂല. കാരണം മുത്തബർറഉൻ, അവൻ വെറുതെ ചെയ്തവനാണ്. ബഹറിൽ പറഞ്ഞു വലിയന്നഹു ലോ ഖാല ഉസ്കിന്നി ദാറക ഷറൻ ഫാസ്കനഹു ലാ യസ്തഹിഖു അലൈഹി ഉജ്റത്തൻ ഇജ്മാഅൻ, അതിന് തെളിവ് എൻ്റെ വീട്ടിൽ നീ ഒരു മാസം എന്നെ താമസിപ്പിക്ക് എന്ന് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ അങ്ങനെ താമസിപ്പിച്ചു. കൂലി പറയാത്ത കാലത്തോളം ആ താമസിച്ചതിന് വാടക കൊടുക്കണ്ട. അതിന് ഒരിഫ വിദാലിക്കൽ അമൽ ബിഹ, വാടകക്കാണ് ആ താമസിക്കൽ എന്നറിയപ്പെട്ടാൽ പോലും യാദിം ഇൽത്തിസാമിഹ, കാരണം അവൻ കൂലി ഏറ്റെടുത്തിട്ടില്ലല്ലോ, എന്നെ വീട്ടിൽ താമസിപ്പിക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. ഇൽത്തിസാം ഏറ്റെടുക്കുക. അതേ സമയത്ത് കൂലി കൊടുക്കൽ നിർബന്ധമാണ്. എവിടെ? പല ഐസ്തത്തിനാബുജുബ, കൂലി കൊടുക്കൽ നിർബന്ധമാണ് എന്നത് നിർബന്ധമാണ്. അത് ആ നിർബന്ധം ഒഴിവാകുന്നതല്ല. അല്ല ദാഖിലി ഹമ്മാമിനോ റാക്കിബ് സഫീനത്തിൻ മസലൻ വിലാദിന്, സമ്മതല്ലാതെ കപ്പലിലോ വാഹനത്തിലോ കാറിലോ ഒക്കെ കയറി, അല്ലെങ്കിൽ എന്ത് ചെയ്തു ഡോർമെറ്ററിയിൽ കയറി
ഒരു കുളിമുറിയിൽ കയറി, അവിടെ കൂലി നിർബന്ധമാണ്. ആ കൂലി നിർബന്ധമാണ് എന്നത് ഒരിക്കലും ഇപ്പറഞ്ഞതിൽ നിന്ന് ഒഴിവല്ല. ഇസ്തിഫായിൽ മംഫഅത്ത, കാരണം അവന് ഉപകാരം എടുത്തു. മിൻ ഗൈരി യസ്രിഫഹ, ആ ഉപകാരത്തെ നൽകാതെ, സ്വാഹിബ് അതിന് ഉടമസ്ഥൻ ഇലൈഹി, അവന് നൽകാതെ, അവന് കൊടുക്കാതെ, എടുത്തോ എന്ന് പറയാതെ, ബിഖിലാഫി ബീദിനി, സമ്മതത്തോടു കൂടി ആകുമ്പോൾ അപ്രകാരമല്ല. അമ്മായിദാ ദക്കർ ഉജറത്തൻ ഫയസ്തഹിഖുഹഖത്തൻ, അപ്പോൾ കൂലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനക്ക് അർഹത ഉണ്ടാകും. ഇൻ സഹൽ അഖദു സ്വഹിയാണെങ്കിൽ, വൈല്ലാ ഉജറത്ത് മിസ്ലിൻ, അങ്ങനെയല്ലെങ്കിൽ ഉജറത്ത് മിസ്ലാണ് നിർബന്ധമാവുക. അമ്മായിദാ അറളബിയ, കൂലി പറയാതെ കൂലിയുടെ കാര്യം സൂചിപ്പിച്ചാൽ, കൗ ഉറുദീക്ക ഔല ഉഹയ്യുബ കൗ തറാമ യസ്റുക്ക പോലെ, തന്നെ ഞാൻ തൃപ്തിപ്പെടുത്തും, തന്നെ ഞാൻ വെറുതെ ആക്കൂല, പരാജയപ്പെടുത്തൂല, അല്ലെങ്കിൽ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രതിഫലം നീ കാണും എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അവിടെ ഉജറത്ത് മിസ്ലാണ്. അത് ആ പണി എടുത്താൽ എത്രയാണ് സാധാരണ കൂലി, അതാണ് നിർബന്ധമാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.